കോഴിക്കോട് കൊയിലാണ്ടിയിൽ തിരയിൽപ്പെട്ട് മരിച്ച 3 പേരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഒരാളുടെ മൃതദേഹം സഹാനി ആശുപത്രിയിൽ നിന്ന് ഉടൻ എത്തിക്കും. സംഘത്തിൽ 26 പേർ ഉണ്ടായിരുന്നുവെന്നും കൂടെയുള്ള ആൾ തന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്നും പരിക്കേറ്റ ജിൻസി 24-നോട് പറഞ്ഞു. ജിൻസിയുടെ പ്രതികരണം കാണാം ആദ്യം. ഇവിടുന്ന് പോയി 2-3 സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോൾ കടപ്പുറത്തെത്തി. അവിടുന്ന് ഞങ്ങൾ 26 പേരുണ്ടായിരുന്നു. അതിൽ പകുതി മുക്കാൽ പേര് വെയിലായതുകൊണ്ട് വണ്ടിയിൽ തന്നെ നിന്നു. ബാക്കി 6 പേര് കൂടെ വന്നു. ആ കൂടെ വന്നതിൽ 5 പേര് ഞാനും ഒരാളും രക്ഷപ്പെട്ടു. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, വളരെ വേദനാജനകവും നടുക്കവും ഉണ്ടാക്കിയതുമായ വാർത്തയാണ്. 4 പേർക്കാണ്, വിനോദസഞ്ചാരികളായ 4 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ? ഈ അപകടത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ജിൻസിയുടെ പ്രതികരണത്തിലൂടെയാണ് വ്യക്തമാവുന്നത്. അത് ലഭ്യമാവുന്ന മുറയ്ക്കാണ് അത് വ്യക്തമാവുന്നത്. എന്താണ് അവർ വിശദീകരിക്കുന്നത്? രാഹുൽ. റിജിത്ത്, അതിദാരുണമായ സംഭവം തന്നെയാണ് കൊയിലാണ്ടിക്ക് സമീപം തിക്കോടിയിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി സംഭവിച്ചത്. റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കൽപ്പറ്റയിൽ നിന്നും 26 പേരടങ്ങുന്ന 26 പേരടങ്ങുന്ന സംഘമാണ് കൊയിലാണ്ടിക്ക് സമീപമുള്ള തിക്കോടിയിലെ ബീച്ചിലെത്തിയത്. ഉച്ചസമയം, അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമായതിനാൽ 20 പേർ വാഹനത്തിലിരുന്നു. ബാക്കിയുള്ള 6 പേരാണ് കുളിക്കാനായി ഈ കടലിലേക്ക് ഇറങ്ങിയത്. ജിൻസി സൂചിപ്പിച്ച പോലെ തന്നെ 6 പേർ ഇറങ്ങുന്നു. അതിൽ ജിൻസി ഉൾപ്പെടെ 5 പേർ ഈ തിരയിൽ പെടുന്നു. ജിൻസിയെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ വലിച്ചു പുറത്തേക്കിട്ടു. ബാക്കിയുള്ള 4 പേരും ഈ തിരയിൽ ഉൾപ്പെടുകയായിരുന്നു. തുടർന്ന് ഇവർ തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരെയും ഇത്തരത്തിൽ അപകടം നടന്ന കാര്യം അറിയിച്ചത്. ഞായറാഴ്ച ദിവസമായതിനാൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാട്ടുകാരുടെയും കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം, പരിശോധനയെല്ലാം തന്നെ നടന്നത്. അതിനൊടുവിൽ ആദ്യം 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. അതായത് ബിനീഷ്, 40 വയസ്സുള്ള ബിനീഷിൻ്റെയും 32 വയസ്സുള്ള വാണിയുടെയും 35 വയസ്സുള്ള അനീസയുടെയും മൃതദേഹങ്ങളാണ് ആദ്യം കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഫൈസലിനെ കണ്ടെത്തുന്നത്. ഫൈസലിനെ കണ്ടെത്തുമ്പോൾ ജീവനുണ്ടായിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. അല്പസമയം മുമ്പ് 4 പേരുടെയും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി സമയമായതിനാൽ ഇന്ന് പോസ്റ്റ്മോർട്ടം ഉണ്ടാകില്ല. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാളെ ഉച്ചയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അതിനുശേഷം കൽപ്പറ്റയിൽ ഉച്ചയോടുകൂടി മൃതദേഹം എത്തിക്കും. സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കാൻ പോകുന്നത് കൽപ്പറ്റയിലാണ്. അവിടുത്തെ MLA ആയിട്ടുള്ള കാനത്തിൽ ജമീല പറയുന്ന അനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന ലൈഫ് ഗാർഡുകൾ ഇവർക്ക് കടലിലേക്ക് ഇറങ്ങരുതെന്ന നിർദ്ദേശം നൽകിയിരുന്നു. അത് അവഗണിച്ചാണ് അവർ അവിടേക്ക് ഇറങ്ങിയതെന്നാണ് പറയുന്നത്. അപകടത്തിൻ്റെ കാരണം ആ സമയത്ത് കടൽ ഉൾവലിഞ്ഞിരുന്നു. അതിനുശേഷം പെട്ടെന്ന് തിരയടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്ന നിഗമനത്തിലാണ് നിലവിലുള്ളത്. റിജിത്ത്. ശരി, രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.